പ്രിയമുള്ളവരെ, സോഷ്യൽ മീഡിയയുടെ കാലം ഒരു വാർത്തയോ വീഡിയോ പ്രചരിപ്പിക്കാൻ സെക്കൻഡുകൾ മതി. എന്നാൽ ആ പ്രചരണത്തിന് പിന്നിൽ ചതി ഉണ്ടെങ്കിൽ അതൊരു മനുഷ്യന്റെ ജീവൻ തന്നെ ഇല്ലാതാക്കുമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? വ്യാജ ആരോപണങ്ങൾ വഴി ഒരു പുരുഷൻ നേരിടേണ്ടി വരുന്ന ഭീകരമായ അവസ്ഥയെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത്. അടുത്ത കാലത്ത് പുറത്തു വന്ന പല വീഡിയോകളും നമ്മെ ഞെട്ടിക്കുന്നതാണ്. ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുന്ന ഒരു പുരുഷനെതിരെ പെട്ടെന്നൊരു നിമിഷം ഒരു സ്ത്രീ മോശം ആരോപണം ഉന്നയിക്കുന്നു. അതിന്റെ സത്യാവസ്ഥ പരിശോധിക്കാൻ നിൽക്കാതെ ചുറ്റുമുള്ളവർ ആ വ്യക്തിയെ ഘോഷിക്കുന്നു. അത് മൊബൈലിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇടുന്ന നിമിഷങ്ങൾക്കകം അയാൾ ഒരു ക്രിമിനൽ ആയി മുദ്രകുത്തപ്പെടും. ഇവിടെ നഷ്ടപ്പെടുന്നത് അയാളുടെ സൽപ്പേര് മാത്രമല്ല, ജോലിയിൽ നിന്നുള്ള പുറത്താക്കൽ, കുടുംബാംഗങ്ങൾ നേരിടേണ്ടി വരുന്ന അപമാനം, സമൂഹത്തിന്റെ ഒറ്റപ്പെടുത്തൽ. ഇതൊക്കെ ഒരു പുരുഷനെ മാനസികമായി തകർക്കുന്നു. തന്റെ വ്യാഗം ന്യായീകരിക്കാൻ പോലും അയാൾക്ക് അവസരം ലഭിക്കുന്നില്ല. ഒടുവിൽ അപമാനം സഹിക്കാനാവാതെ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ അയാൾ നിർബന്ധിതനാവുന്നു. സ്ത്രീ സുരക്ഷയ്ക്കായുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നീതി ലഭിക്കുന്ന സ്ത്രീകൾ കൂടിയാണ് പാർശ്വവൽക്കരിക്കപ്പെടുന്നത്. ഒരു നുണ പ്രചരിപ്പിക്കുന്നത് എളുപ്പമാണ്, എന്നാൽ അത് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മുറിവുകൾ ഒരിക്കലും ഉണങ്ങുന്നില്ല. കോടതി പിന്നീട് ഇയാൾ നിരപരാധിയാണെന്ന് വിധിച്ചാലും അപ്പോഴേക്കും അയാൾക്ക് തന്റെ ജീവിതത്തിലെ പ്രിയപ്പെട്ട പലതും നഷ്ടപ്പെട്ടുണ്ടാവും. നീതി എന്നത് എല്ലാവർക്കും തുല്യമായിരിക്കണം. തെളിവുകളില്ലാതെ ഒരാളെ സോഷ്യൽ മീഡിയ വിചാരണത്തിന് വിട്ടുകൊടുക്കരുത്. വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെയും ശക്തമായ നടപടികൾ ഉണ്ടാവണം. ഒരു ജീവനും ഇനി ഇത്തരം നുണ പ്രചരണങ്ങൾക്ക് ഇരയാകരുത്. നിങ്ങളുടെ അഭിപ്രായം താഴെ പങ്കുവയ്ക്കുക. നന്ദി.